ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3 രാജാക്കന്മാരെ കുറിച്ചിട്ടായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, നിർമ്മിതികൾ. പിന്നെ ആയില്യം തിരുനാൾ ബാലരാമവർമ്മ, അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, നിർമ്മിതികൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സ്. പിന്നെ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇന്ന് ഈ 3 പേരെ വെച്ചിട്ടാണ് നമുക്ക് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് ആരായിരുന്നു എന്ന് പറഞ്ഞാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം സ്വാതി തിരുനാൾ. നമുക്ക് ആദ്യം പോയിന്റ്സ് വായിച്ചു പോകാം, അതിനുശേഷം എക്സ്പ്ലനേഷൻ പറയാം. സ്വാതി തിരുനാളിൻ്റെ അനുജനായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിർമ്മിച്ചത്, തിരുവിതാംകൂറിലെ ആദ്യ കോൺക്രീറ്റ് പാലം, പിന്നെ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി, അത് ജെയിംസ് ഡാർ ആയിരുന്നു. ഒരു അമേരിക്കക്കാരനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ 1855 അടിമത്തം നിർത്തലാക്കി. 1859 ജൂലൈ 26 ചാന്നാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു. പിന്നെ ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ 4 വിഭജിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ പത്മനാഭപുരം എന്നിങ്ങനെ 4 അദ്ദേഹം വിഭജിച്ചിരുന്നു. ഓക്കെ, നമുക്കിനി ഓരോരോ പോയിന്റ്സ് ആയിട്ട് പറയാം. സ്വാതി തിരുനാളിൻ്റെ അനുജനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതായത് 1847 ഫെബ്രുവരി 26 ജ്യേഷ്ഠ സഹോദരനായ സ്വാതി തിരുനാളിൻ്റെ വിയോഗത്തെ തുടർന്ന് 32-ാം വയസ്സിൽ അധികാരമേറ്റതാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ 1847 മുതൽ 1860 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ മനസ്സിലാക്കാം, ഇദ്ദേഹം 1-ാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വൈദ്യശാസ്ത്രം, ശരീരവിജ്ഞാനം എന്നീ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് തന്നെ. തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിക്കുന്നത് ഉത്രം തിരുനാളാണ്. ആലപ്പുഴയിലായിരുന്നു 1857 തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ്. ഒന്നുകൂടെ പറയാം, 1857 ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ്. തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് വന്നിട്ട് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ പറയുകയാണ് പറഞ്ഞാൽ ആദ്യ കോൺക്രീറ്റ് പാലം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? ആദ്യ കോൺക്രീറ്റ് പാലവും ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതും തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് പറഞ്ഞാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. പിന്നെ തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് പറഞ്ഞു, തിരുവിതാംകൂറിലെ ആദ്യ കോൺക്രീറ്റ് പാലം പറഞ്ഞു, കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി, കേരളത്തിലെ തന്നെ ആദ്യ കയർ ഫാക്ടറി ആയിരുന്നു. ആലപ്പുഴയിൽ ഐറിഷ് അമേരിക്കക്കാരനായ ജെയിംസ് ഡാറെ തുടങ്ങിയതായിരുന്നു. ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്താണ് തുടങ്ങിയത്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി 1859 എവിടെയായിരുന്നു? ആലപ്പുഴയിലായിരുന്നു. ഐറിഷ് അമേരിക്കക്കാരനായ ജെയിംസ് ഡാറയായിരുന്നു തുടങ്ങിയിരുന്നത്. ഇത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 1859 അടുത്തത് പറയാമെന്ന് പറഞ്ഞാൽ 1855 അടിമത്തം നിർത്തലാക്കി. നമ്മൾ ഇതിൽ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു 1812 ഗൗരി ലക്ഷ്മി ബായി ആണ് അടിമക്കച്ചവടം നിർത്തലാക്കിയെന്ന്. പിന്നെ എവിടുന്നാണ് 1855 അടിമത്തം നിർത്തലാക്കിയത്? അത് ഉത്രം തിരുനാൾ നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ഇവിടെ എന്താ വരുന്നത് എന്ന് പറഞ്ഞാൽ 1812 ഗൗരി ലക്ഷ്മി ബായി അടിമക്കച്ചവടം നിർത്തലാക്കിയെന്നത് ശരി തന്നെയാണ്. പക്ഷേ 1855 ഉത്രം തിരുനാൾ എന്ത് നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ, അതായത് സർക്കാർ അധീനതയിലുള്ള അടിമകൾക്ക് ജനിക്കുന്ന മക്കളും അടിമകൾ തന്നെ എന്നുള്ള ഒരു ലെവലിലായിരുന്നു പണ്ട് കാലത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കുടിയാൻ്റെ മകൻ കുടിയാൻ തന്നെ, ജന്മിയുടെ മകൻ ജന്മി തന്നെ എന്നുള്ള പോലെ അടിമകളുടെ മകൻ അടിമകൾ തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അടിമകൾക്ക് ജനിക്കുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം അദ്ദേഹം പുറപ്പെടുവിക്കുകയായിരുന്നു. അതായത് അടിമകളായ കുട്ടികൾക്ക്, അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി. 1859 ജൂലൈ 26 ചാന്നാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, അതായത് ഉത്രത്തിൽ മാറുമറച്ചോ എന്ന് പറയുന്ന പോലെ ഉത്രം തിരുനാളാണ് മാറുമറയ്ക്കാനുള്ള അവകാശം 1859 ജൂലൈ 26 ചാന്നാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. നമുക്കറിയാം മാറുമറയ്ക്കാനുള്ളതിനെ കുറിച്ചും മാറുമറയ്ക്കൽ, ചാന്നാർ ലഹളയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. PSCയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അത് ആരുടെ കാലഘട്ടത്തായിരുന്നു ചോദിച്ചാൽ ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തായിരുന്നു. ഏതായിരുന്നു വർഷം ചോദിച്ചാൽ
1859 ജൂലൈ 26 പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു ഭരണത്തിൻ്റെ പ്രത്യേകതയായിരുന്നു പെൺകുട്ടികൾക്ക് വേണ്ടി 1859 ഇദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. പിന്നെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിനെ 4ആയി വിഭജിച്ചു. പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല. വീണ്ടും പറയാം, തിരുവിതാംകൂറിനെ 4ആയി വിഭജിച്ചു. എന്തിന്? ഭരണ സൗകര്യത്തിനായി. തിരുവനന്തപുരം, പത്മനാഭപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾ പറയുന്നു പറഞ്ഞാൽ 1859 തിരുവനന്തപുരം മൃഗശാലയും പിന്നെ പാർക്കും. പിന്നെ തിരുവനന്തപുരം മ്യൂസിയം 1857 മ്യൂസിയവും 59 മൃഗശാലയും പാർക്കും ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്നത് തന്നെയായിരുന്നു. പിന്നെ ഒന്നുകൂടെ വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 1860 വരെയായിരുന്നു കാലഘട്ടം. സ്വാതി തിരുനാളിൻ്റെ അനുജനായിരുന്നു. 32-ാം വയസ്സിലാണ് അധികാരത്തിൽ കയറിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു. വൈദ്യശാസ്ത്ര, ശരീരവിജ്ഞാനം എന്നീ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. പിന്നെ തിരുവിതാംകൂറിലെ പോസ്റ്റ് ഓഫീസ്, തിരുവിതാംകൂറിലെ ആദ്യ കോൺക്രീറ്റ് പാലം, തിരുവനന്തപുരം മൃഗശാല, പാർക്ക്, പിന്നെ തന്നെ തിരുവനന്തപുരത്തെ മ്യൂസിയം. മ്യൂസിയത്തെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മ്യൂസിയം വന്നിട്ട് 1880 മ്യൂസിയം തികയാതെ വന്നപ്പോൾ അത് പൊളിച്ചു മാറ്റുകയും 1880 ആയില്യം തിരുനാൾ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ 1857 തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഈ മ്യൂസിയം ഇപ്പോൾ അറിയപ്പെടുന്നത് നേപ്പിയർ മ്യൂസിയം എന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? നേപ്പിയർ മ്യൂസിയം ആയിരുന്നു. പിന്നെ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ജെയിംസ് ഡാറ, അതായത് ഐറിഷ് അമേരിക്കക്കാരനായ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ തുടങ്ങുന്നതായിരുന്നു ആദ്യത്തെ കയർ ഫാക്ടറി. 1859 തിരുവിതാംകൂർ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ 1857 പിന്നെ 1855 അടിമത്തം നിർത്തലാക്കി. അതിന് മുമ്പ് 1812 ഗൗരിലക്ഷ്മിബായി അടിമത്തം നിർത്തലാക്കി നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു കേട്ടോ, അത് ശ്രദ്ധിക്കണം. 1859 ജൂലൈ 26 ചാന്നാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു. പിന്നെ തിരുവിതാംകൂറിനെ 4ആയി ഭരണ സൗകര്യത്തിനായി 4ആയി വിഭജിച്ചു എന്ന് പറഞ്ഞു. പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ 4 ജില്ലകളായി വിഭജിച്ചു. ആയില്യം തിരുനാൾ ബാലരാമവർമ്മ 1860 മുതൽ 1880 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ മാതൃരാജ്യം, നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം വായിച്ചിട്ട് പോകാം. അതിനുശേഷം നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം. തിരുവിതാംകൂർ മാതൃരാജ്യം, അതായത് മോഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ഗാന്ധിജി പരാമർശിച്ച രാജാവ് ആയില്യം തിരുനാൾ ബാലരാമവർമ്മയാണ്. 1866 വിക്ടോറിയയിൽ നിന്ന് മഹാരാജ പട്ടം നേടി. 1866 ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന അംഗത്വം നേടിയത്. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചു. ശാകുന്തളം പരിഭാഷപ്പെടുത്തി മലയാളം നാടകത്തിന് തുടക്കം കുറിച്ചു. 1861 സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. അഞ്ചൽ എന്ന് പറഞ്ഞാൽ അഞ്ചൽ സംവിധാനം എന്താണെന്ന് അറിയാലോ, പോസ്റ്റ് ഓഫീസ് സംവിധാനമായിരുന്നു. 1865 പണ്ടാരപ്പാട്ട വിളംബരം കുടിയാൻ സർക്കാർ വക പാഠവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കുക, അതാണ്. 1867 കുടിയാൻ വിളംബരം. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ചു. 1875 മെയ് 18 സമഗ്രമായ കാനേശ്വരകുമാരി തയ്യാറാക്കി. പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. കേരളവർമ്മ വലിയകോയി തമ്പുരാനെ അധ്യക്ഷനായി. പാഠപുസ്തകം കമ്മിറ്റി രൂപീകരിച്ചു. വാക്സിനേഷൻ നിർബന്ധമാക്കി. നിർമ്മിതികൾ. 1866 തിരുവനന്തപുരം ആർട്സ് കോളേജ് സ്ഥാപിച്ചു. പ്രാദേശിക ഭാഷാ സ്കൂളുകൾ, ആശുപത്രി, മനോരോഗ ആശുപത്രി എന്നിവ സ്ഥാപിച്ചു. 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു. 1880 നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ റോഡായ MC റോഡിന് പണി പൂർത്തിയാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ആരൊക്കെയായിരുന്നു പറഞ്ഞാൽ ദിവാൻമാരായ T മാധവറാവു ശാസ്ത്രി, AR രാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ, വലിയകോയി തമ്പുരാൻ. നമുക്ക് ഇനി അദ്ദേഹത്തെക്കുറിച്ചൊരു എളുപ്പത്തിൽ പറഞ്ഞു പോകാം. ആയില്യം തിരുനാൾ 1860 മുതൽ 1888 വരെയായിരുന്നു ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. 1865 പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാഠവസ്തുക്കളുടെ മേൽ കുടിയാൻ മേലിന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകി. പാഠവസ്തുക്കൾ തലമുറയായി അനുഭവിക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള അവകാശം കുടിയാന് ലഭിച്ചു. 1861 സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 1866 തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചു. 1861 സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 1875 മെയ് 18 തിരുവിതാംകൂറിലെ
ആദ്യത്തെ സമഗ്രമായ കാനേശുകുമാരി കണക്കെടുപ്പ് തയ്യാറാക്കി. അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് മഹാരാജ എന്ന ബിരുദം അദ്ദേഹത്തിന് സമ്മാനിച്ചു. മഹാരാജ പട്ടം 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ ഹരിപ്പാട് വീട്ടുതടങ്കലിൽ 1875 മുതൽ 789 വരെ കഴിഞ്ഞത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഹരിപ്പാട് വീട്ടുതടങ്കലിൽ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഒന്നുകൂടെ പറയുന്നത് പറഞ്ഞാൽ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്ത് മെയിനായി പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ പട്ടം ലഭിച്ചു എന്ന് പറഞ്ഞു. കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. അതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം, അതായത് കുടിയാന് അവരുടെ അവകാശങ്ങൾ, അതായത് തലമുറയായി അവ കൈമാറ്റം ചെയ്തു വരാനുള്ള അവകാശം ആർക്ക് നൽകി? പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ കുടിയാന്മാർക്ക് നൽകി. 1867 ജന്മി കുടിയാൻ വിളംബരത്തിലൂടെ ജന്മിമാരുടെ വസ്തുവിന്മേൽ അവരുടെ കീഴിൽ കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് സ്ഥിരാവകാശം ലഭിച്ചു. കേരളത്തിലെ ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് ഈ വിളംബരം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1867 അതായത് ജന്മിമാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന കുടിയാന്മാർക്ക് ആ ഭൂമിയിൽ തന്നെ സ്ഥിരാവകാശം ലഭിക്കുന്നതിലൂടെ 1867 ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് ഈ 1867 ജന്മി കുടിയാൻ വിളംബരം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ അഞ്ചൽ, അതാണ് ഞാൻ പറഞ്ഞത്. അഞ്ചൽ എന്ന് പറയുന്നത് തപാലാണ്, അതായത് പോസ്റ്റ് ഓഫീസാണ്. 1861 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചു. 1875 ആദ്യത്തെ ക്രമീകൃതമായ സെൻസസ്, അതായത് നമ്മുടെ കാനേശുമാരി എന്നാണല്ലോ നമ്മൾ സെൻസസിനെ പറയാം, കാനേശുമാരി സെൻസസ് അദ്ദേഹം നടത്തി. ക്രമീകൃതമായ സെൻസസ് തിരുവിതാംകൂറിൽ അദ്ദേഹം കൊണ്ടുവന്നു. വിദ്യാർത്ഥികൾക്ക്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, ജയിൽ പുള്ളികൾക്കൊക്കെ വാക്സിനേഷൻ നിർബന്ധമാക്കി. ആർക്കൊക്കെയായിരുന്നു? വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ജയിൽ പുള്ളികൾക്കും എല്ലാവർക്കും വാക്സിനേഷൻ വേണം. പിന്നെ പ്രാദേശിക വിദ്യാലയങ്ങൾ കൊണ്ടുവന്നു. കേരളവർമ്മ വലിയകോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠക പുസ്തകങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്തെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടെണ്ണമാണ്. എന്താണ്? കാണപ്പാട്ട എന്നറിയപ്പെടുന്ന വിളംബരം, അതായത് ജന്മി കുടിയാൻ വിളംബരം. ജന്മിയുടെ സ്വത്തിന് കീഴിൽ, അതായത് ഭൂമിയിൽ അവിടെ പണിയെടുത്ത കാലാകാലങ്ങളായി അവിടെ പണിയെടുത്ത് വരുന്ന കുടിയന്മാർക്കും നൽകിയ അവകാശം നൽകി. പിന്നെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട, അതായത് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് പണ്ടാര ഭൂമിക്ക്, അതായത് സർക്കാർ ഭൂമിക്ക് ഒരു നിശ്ചിത തുക ഈടാക്കിയിട്ട് കുടിയാൻ്റെ ഉടമസ്ഥാവകാശം സ്ഥിരപ്പെടുത്തി അവർക്ക് കൈമാറി കൊണ്ടുവരാം എന്ന് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളായിരുന്നു എന്താണ്? തിരുവനന്തപുരം ആർട്സ് കോളേജ്. 1866 തിരുവനന്തപുരം ആർട്സ് കോളേജ് സ്ഥാപിച്ചു. പിന്നെ 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു. അതിൻ്റെ ശില്പി വില്യം ബാർട്ടർ ആയിരുന്നു. 1869 69ലാണ് 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം. അതിൻ്റെ ശില്പി വില്യം ബാർട്ടൺ ആയിരുന്നു. 1880 നേപ്പിയർ മ്യൂസിയം പണികഴിപ്പിച്ചു. നമ്മൾ പറഞ്ഞു നേപ്പിയർ മ്യൂസിയം ഇതിൽ മുമ്പ് കൊണ്ടുവന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പക്ഷെ അത് സ്ഥലം തികയാതായുമ്പോൾ അത് പൊളിച്ചു മാറ്റിയിട്ട് ആയില്യം തിരുനാൾ ബാലരാമവർമ്മ അത് പണികഴിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരായിരുന്നു? MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ആൾക്കാരെ കുറിച്ച് പറയാം. AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയകോയി തമ്പുരാനൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ശാകുന്തളം പരിഭാഷയിലൂടെ മലയാളത്തിൽ നാടകത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. ശാകുന്തളം പരിഭാഷപ്പെടുത്തി മലയാളത്തിന് നാടകത്തിന് തുടക്കം കുറിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ പറയാം. അപ്പോൾ ആയില്യം തിരുനാളിനെ കുറിച്ചിട്ട് തിരുവിതാംകൂർ മാതൃരാജ്യം എന്നുള്ളതും ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ഗാന്ധിജി പരാമർശിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ രാജാവായിരുന്നു. വിക്ടോറിയയിൽ നിന്ന് അതായത് നല്ല ഭരണം എന്നുള്ള ലെവലിൽ വിക്ടോറിയ രാജ്യയിൽ നിന്ന് മഹാരാജ പട്ടം നേടി. 1866 1866 അദ്ദേഹം എന്ത് ചെയ്തത്? ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അംഗത്വം നേടി. പുനലൂർ തൂക്കുപാലം പണികഴിക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു കാലത്തായിരുന്നു. ശാകുന്തളം പരിഭാഷപ്പെടുത്തി അദ്ദേഹം മലയാള നാടകത്തിന് തുടക്കം കുറിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. 1861 അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. 1865 പണ്ടാരപ്പാട്ട വിളംബരം. പിന്നെ 1867 കുടിയാൻ വിളംബരം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്.
1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ചു. 1875 മെയ് 18 സമഗ്രമായ കാനേഷുമാരി തയ്യാറാക്കി. പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. കേരളവർമ്മ വലിയകോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചു. പിന്നെ വാക്സിനേഷൻ ആർക്കായിരുന്നു? വിദ്യാർത്ഥികൾക്ക്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, ജയിൽ പുള്ളികൾക്ക് എന്നിവർക്കൊക്കെ വാക്സിനേഷൻ നിർബന്ധമാക്കി. നിർമ്മിതികളായിരുന്നു 1866 തിരുവനന്തപുരം ആർട്സ് കോളേജ് സ്ഥാപിച്ചു. പ്രാദേശിക ഭാഷ സ്കൂൾ, ആശുപത്രി, മാനസിക ആശുപത്രി എന്നിവ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു എന്ന് പറഞ്ഞു. ശില്പി ആരായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്? വില്യം ബാർട്ടൺ ആയിരുന്നു. 1869 പിന്നെ ഉത്രം തിരുനാളിൻ്റെ കാലത്തുണ്ടായിരുന്ന നേപ്പിയർ മ്യൂസിയം അദ്ദേഹം പൊളിച്ചിട്ട് വീണ്ടും 1880 പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയതും ഇദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ദിവാൻമാരായിരുന്നു ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ, വലിയകോയി തമ്പുരാൻ. അടുത്ത നമുക്കിനി വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിശാഖം തിരുനാൾ രാമവർമ്മ 1880 മുതൽ 1885 വരെയായിരുന്നു. ആ ഡേറ്റ് ഒന്ന് നോക്കിക്കോളൂ. 1880 മുതൽ 1885 വരെയായിരുന്നു. ആയില്യം തിരുനാളിൻ്റെ ഇളയ സഹോദരനായിരുന്നു. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ രാജാവാണ്. വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ അംഗമാകാനുള്ള ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവായിരുന്നു. ഇന്ത്യയിലെ തന്നെ വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാവാൻ ക്ഷണം ലഭിച്ച ആദ്യ രാജാവായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയത് വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തി. തിരുവിതാംകൂറിൽ പോലീസ് സേന പുനഃസംഘടിപ്പിച്ചു. നിയമവകുപ്പിൽ നിന്ന് പോലീസിനെ വേർപെടുത്തി. ഫാദർ ഓഫ് ട്രാവൻകൂർ പോലീസ് ഒലിവർ H. ബെൻസ്ലിയുടെയായിരുന്നു. പിന്നെ നിർമ്മിതി 1884 ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് സ്ഥാപിച്ചു. 1887 ഹൈക്കോടതി സ്ഥാപിച്ചു. ആദ്യ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ആയിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും തുടങ്ങാം. വിശാഖം തിരുനാൾ രാമവർമ്മ. വിശാഖം തിരുനാൾ രാമവർമ്മ 1880 മുതൽ 1885 വരെയായിരുന്നു. ഓഗസ്റ്റ് 4 അദ്ദേഹത്തിൻ്റെ നാട് നീങ്ങും വരെ, അതായത് മരണം വരെ അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് സേനയെല്ലാം അദ്ദേഹമാണ് പുനഃസംഘടിപ്പിച്ചത്. അപ്പോൾ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പറയുമായിരുന്നു. ആയില്യം തിരുനാളുടെ ഇളയ സഹോദരനാണ്. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം. അതായത് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ്. കൃഷിയിലും സസ്യശാസ്ത്രത്തിലും അദ്ദേഹം പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം. അതുകൊണ്ടാണ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചത്. അദ്ദേഹമാണ്. പ്രതിരോധ ശേഷി കൂടിയ മരച്ചീനി ഇനത്തിന് ശ്രീ വിശാഖം എന്ന പേര് നൽകിയിരിക്കുന്നത് വിശാഖം തിരുനാളിൻ്റെ സ്മരണക്കായിട്ടാണ്. അദ്ദേഹം കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. അതങ്ങനെ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതി. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവായിരുന്നു. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യ രാജാവാണ് വൈസ്രോയി. എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം ലഭിക്കാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവായിരുന്നു. അദ്ദേഹമാണ് മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയത്. അതായത് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച രാജാവാണ്. എന്തിനെ? മുല്ലപ്പെരിയാർ ഡാമിനെ എൻ്റെ ഹൃദയം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച രാജാവാണ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പിന്നെ 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയിരുന്നു. 1883 സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയിരുന്നു. പോലീസ് സംവിധാനം ഉടച്ചു വാർത്തു. അതായത് പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. വിശാഖം തിരുനാളായിരുന്നു പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചത്. നിയമവകുപ്പിൽ നിന്ന് പോലീസ് വകുപ്പിനെ വേർപെടുത്തി പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചത് വിശാഖം തിരുനാളുടെ കാലത്തായിരുന്നു. അതേ തുടർന്ന് തിരുവിതാംകൂർ പോലീസ് സേനയുടെ സൂപ്രണ്ടായത് ഒലിവർ H. ബെൻസ്ലി ആയിരുന്നു. തിരുവിതാംകൂറിൻ്റെ പോലീസ് സേനയുടെ സൂപ്രണ്ടായത് ഒലിവർ H. ബെൻസ്ലി ആയിരുന്നു. ഫാദർ ഓഫ് ട്രാവൻകൂർ പോലീസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ട്രാവൻകൂർ പോലീസ് എന്നറിയപ്പെടുന്നത് ഒലിവർ H. ബെൻസ്ലി ആണ്. ഫാദർ ഓഫ് ട്രാവൻകൂർ പോലീസ് ഒലിവർ H. ബെൻസ്ലി ആണ്.
പിന്നെ നിർമ്മിതികൾ പറയണ പറഞ്ഞാൽ 1884 തിരുവിതാംകൂറിൽ ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് സ്ഥാപിച്ചു. 1887 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചു. ഹൈക്കോടതിയിൽ 5 ജഡ്ജിമാർ, ഒരു ചീഫ് ജസ്റ്റിസും 5 ജഡ്ജിമാരാണ്, ഒരു ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാരും. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് രാമചന്ദ്ര അയ്യരായിരുന്നു. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യരായിരുന്നു. അദ്ദേഹത്തിന് സാഹിത്യത്തിൽ, കൃഷിയിലും സസ്യശാസ്ത്രം, സാഹിത്യം എന്നിവയിലെല്ലാം അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ്മാൻ, കൽക്കട്ട റിവ്യൂ, മദ്രാസ്, ആധേനിയം തുടങ്ങിയ പത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എ പൊളിറ്റിക്കൽ സ്കെച്ച് ഓഫ് ട്രാവൻകൂർ. അദ്ദേഹത്തിൻ്റെ ആദ്യ രചന വന്നിട്ട് ദ ഹൊറോസ് ഓഫ് എ വാർ ആൻഡ് ബെനിഫിറ്റ് ഓഫ് പീസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന രചനയാണ് എ പൊളിറ്റിക്കൽ ഓഫ് സ്കെച്ച് ആൻഡ് ട്രാവൻകൂർ, എ നേറ്റീവ് സ്റ്റേറ്റ്മാൻ എന്നിവയെല്ലാം. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും അപ്പോൾ ഇന്ന് ഈ 3 പേരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തൊട്ടിട്ട് വീണ്ടും ആ 3 പേരുടെ പേര് ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 1860 വരെ. പിന്നെ ആയില്യം തിരുനാൾ ബാലരാമവർമ്മ 1860 മുതൽ 1880 വരെ. വിശാഖം തിരുനാൾ രാമവർമ്മ 1880 മുതൽ 1885 വരെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ 3 പേരുടെയാണ് ഇന്ന് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.